റമദാനിനെക്കുറിച്ചും ആ മാസത്തിൻ്റെ പ്രത്യേകതയും അതേപോലെ തന്നെ ആ മാസത്തിലെ പ്രധാനപ്പെട്ട കർമ്മങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. റമദാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നോമ്പ് എന്നുള്ളത്. അതെ, എന്താണ് നോമ്പ്, അല്ലെങ്കിൽ നോമ്പ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് നോമ്പ്? നോമ്പ് കൊണ്ട് ഇസ്ലാം അർത്ഥമാക്കുന്നത് എന്താണ്? പരിശുദ്ധമായ റമദാൻ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ നാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന, ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുണ്ടാകുന്ന ഇസ്ലാമിൻ്റെ ഒരു ആരാധനാ കർമ്മമാണ് നോമ്പ്. എന്താണ് നോമ്പ് എന്ന ചോദ്യത്തിൻ്റെ വളരെ ലളിതമായ ഉത്തരം, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ, അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ 5 റുക്കുനുകളിൽ സുപ്രധാനമായ ഒരു റുക്കുനാണ് നോമ്പ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു ആരാധന കർമ്മമാണ്. വിശുദ്ധ ഖുർആൻ നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ്സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ആർക്കാണ് നോമ്പ് നിർബന്ധമാക്കിയത്? എന്തിനു വേണ്ടിയാണ് നോമ്പ്? ഈ 2 ചോദ്യങ്ങളുടെ ആൻസർ ഈ ആയത്തിലുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആൻ വിളിക്കുന്നത് തന്നെ യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്, വിശ്വസിച്ചവരെ എന്നാണ്, വിശ്വാസികളെ എന്നാണ്. അപ്പോൾ വിശ്വസിച്ചവരുടെ മേലാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ച ഒരു മുസ്ലിമിൻ്റെ മേൽ കുത്തിബ അലൈക്കും, ആ വാക്ക് തന്നെ അറിയിക്കുന്നത് നിർബന്ധമാക്കപ്പെട്ടു എന്നാണ്. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു, അതുപോലെയാണ് നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടത്. നിങ്ങൾക്ക് മാത്രമല്ല, അതെ. അപ്പോൾ അതിനു മുമ്പുള്ള സമൂഹത്തിനും നോമ്പുണ്ടായിരുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായത്തിനൊക്കെ നോമ്പുണ്ടായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകാൻ, തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ നോമ്പ് ഒരു മനുഷ്യനെ അച്ചടക്കം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന വിധിവിലക്കുകളെ യഥാവിധി പാലിക്കാനുള്ള ഒരു അച്ചടക്കം ഒരു മനുഷ്യന് നേടിക്കൊടുക്കാൻ നോമ്പ് കൊണ്ട് കഴിയും. നോമ്പ് ഒരു മനുഷ്യൻ അവൻ ആരാധനാകർമ്മമായി നിർവഹിക്കുമ്പോൾ അവൻ്റെ മനസ്സും അവൻ്റെ ശരീരവും നോമ്പെടുക്കുന്നുണ്ട്. അവൻ്റെ മനസ്സെങ്ങനെ നോമ്പെടുക്കുന്നു? അവൻ്റെ മനസ്സിലേക്ക് വരുന്ന ദേഹേച്ഛകൾ, അവൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ തോന്നലുകൾ, അത് തിന്മകളാകാം. ആ തിന്മകൾക്ക് അവൻ ഈ നോമ്പിലൂടെ അവൻ വിലക്കേർപ്പെടുത്തപ്പെടുകയാണ്. അതേപോലെ തന്നെ അവൻ്റെ വയറിൻ്റെ വിശപ്പ്, അവന് ദാഹം വരുന്നത്, ഇതെല്ലാം അവൻ തടഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കേവലം ഒരു ഭക്ഷണം ഒഴിവാക്കുന്നതോ വെള്ളം കുടിക്കാതിരിക്കുന്നതോ ദാഹത്തെയും വിശപ്പിനെയും തടഞ്ഞു വെക്കുന്നത് മാത്രമല്ല നോമ്പ്. അതിലൂടെ ഒരു മനുഷ്യൻ്റെ ഇച്ഛകളെ, തിന്മകളാകുന്ന ദേഹേച്ഛകളെ തടയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യന് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വഹ. നന്മയും തിന്മയും എന്താണെന്ന് ഒരു മനുഷ്യൻ്റെ മനസ്സിന് അല്ലാഹു ബോധനം നൽകിയിട്ടുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണോ അവൻ്റെ മനസ്സിനെ തിന്മയിൽ നിന്ന് മാറ്റി നന്മ ചെയ്തുകൊണ്ട് പരിശുദ്ധനാക്കുന്നത്, അവൻ വിജയിച്ചു, അല്ലാത്തവൻ നഷ്ടക്കാരനായി. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അവന് നന്മ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ചില ആളുകൾ നന്മ ചെയ്യുന്നതോടൊപ്പം തിന്മയും ചെയ്യും, നന്മയോടൊപ്പം തിന്മയെയും കൊണ്ടുപോകും. മറ്റു ചിലരാകട്ടെ തിന്മ ചെയ്യുന്നവരാണ്, തിന്മക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. കൂട്ടത്തിൽ അവർ അതിൻ്റെ അത്രയും നന്മ ചെയ്യാറില്ല. മറ്റു ചിലരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അധികം തിന്മകളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല, പക്ഷെ നന്മകളിലേക്ക് അവർ മുന്നേറുകയില്ല. ഇങ്ങനെ പല വിഭാഗം ആളുകളെ, പല സ്വഭാവത്തിലുള്ള ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോമ്പിലൂടെ അവൻ നേടിയെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവൻ നന്മയിലേക്ക് മുന്നേറുന്നതോടൊപ്പം തിന്മയിൽ നിന്ന് അകലാൻ അവന് കഴിയണം. ഇതാണ് നോമ്പിൻ്റെ ലക്ഷ്യം. ഇത് ഒരു വിശ്വാസിക്ക് നോമ്പ് അവനെ പ്രാപ്തനാക്കിയെടുക്കാൻ കഴിയും. ഈ ഒരു കാര്യത്തിലേക്ക് ഒരു വിശ്വാസിയെ പ്രാപ്തനാക്കിയെടുക്കാൻ നോമ്പിന് സാധിക്കും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നോമ്പ് മനുഷ്യനെ അല്ലെങ്കിൽ വിശ്വാസിയെ അച്ചടക്കമുള്ളവനാക്കി മാറ്റുമെന്നുള്ളത്. അപ്പോൾ നോമ്പ് എന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തിന് മാത്രമുള്ളതല്ല, മനസ്സിനും കൂടെ ഉള്ളതാണ്. അതായത് ഇവിടെ പറഞ്ഞ പോലെ ഭക്ഷണം വെടിയുക മാത്രമല്ല നോമ്പ്, തിന്മകളും തെറ്റുകളും
വെടിയുന്നത് കൂടെയാണ് നോമ്പ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി. ഒരാൾ കളവ് പറയലും അത് പ്രവർത്തിക്കലും ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ ഫീ അൻ യദഅ തുആമഹു വശറാബഹു. ഒരാൾ അവൻ്റെ വിശപ്പിനും അതേപോലെ തന്നെ ഭക്ഷണത്തിനും വെള്ളമൊക്കെ ഒഴിവാക്കുന്നതിന് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ അയാൾ ഉൾക്കൊള്ളേണ്ട ധാർമ്മികത, തഖ്വ, അത് അയാളിൽ ഇല്ലാതെ ഒരാൾ നോമ്പെടുക്കുന്നു, ഭക്ഷണം ഒഴിവാക്കുന്നു, വെള്ളം ഒഴിവാക്കുന്നു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് യാതൊരു ആവശ്യമില്ല. അപ്പോൾ അത് അർത്ഥമാക്കുന്നത് എന്താണ്? നോമ്പ് കൊണ്ട് അള്ളാഹു ലക്ഷ്യം വെക്കുന്നത് അള്ളാഹു വിരോധിച്ച ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഒരു വിശ്വാസി വിട്ടു നിൽക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം.